ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ പറഞ്ഞു പോയിണ്ടായിരുന്നു ഗോൾഡിന് നമുക്കൊരു എൻട്രി ഉണ്ടായിരുന്നു. ആ എൻട്രി നമുക്ക് നന്നായിട്ട് ട്രിഗറായിട്ട് ഒരു 50 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താലാണ് നമുക്ക് 50 പോയിന്റ് കിട്ടുള്ളൂ. നമ്മൾ 10 പോയിന്റ് എസിലും 50 പോയിന്റാണ് ടാർഗറ്റ് വരുന്നത് ഗോൾഡിലൊക്കെ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് കാണിച്ചിട്ടെന്ന് തോന്നിയാണ് ഫസ്റ്റ് ഇൻട്രോളിനെ ഇത് പറഞ്ഞാണത്. ഇന്ന് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും മന്തിൽ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ രാവിലെ ഭയങ്കര മൂവ്മെൻറ്റ് കുറവായിരുന്നു. പിന്നെ ഒരു 2:30-2:45 ശേഷമാണ് ഒരു മൂവ്മെൻറ്റ് കിട്ടിയത് മാർക്കറ്റിൽ. ഒരു അരമണിക്കൂറിൻ്റെ മൂവ്മെൻറ്റാണ് മാർക്കറ്റിൽ ആകെ വന്നതാണ് ടോട്ടൽ ലാസ്റ്റ് സെക്ഷനിലൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. രാവിലത്തെ കാര്യം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലാണ് ടാർഗറ്റുകൾ വന്നതാണത്. ബാങ്ക് നിഫ്റ്റിയിൽ 2 ടാർഗറ്റ് ഉണ്ടായിരുന്നു. 150 പോയിന്റ് വെച്ചിട്ട് 2 ടാർഗറ്റ് 2 ട്രേഡ്. അതല്ലാണ്ട് വേറെ ട്രേഡുകളും ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നു കേട്ടോ. നിഫ്റ്റിയിലുണ്ടായിരുന്നു, ബാങ്ക് നിഫ്റ്റിയിലുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്ന് ഫ്രീ ഗ്രൂപ്പിൽ കൊടുത്ത ഫസ്റ്റ് ട്രേഡ് എസിലാണ്. ടോട്ടൽ 3 ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ട്രേഡ് കോസ്റ്റ് ഒരു ട്രേഡ് 1:2 ആണ്. അപ്പോൾ നമുക്ക് ഇന്നുണ്ടായിരുന്ന ട്രേഡിലേക്കൊക്കെ കിടക്കാം. ഇതാണ് ഇന്നത്തെ നിഫ്റ്റി ലെവൽസ് പ്രോപ്പറായിട്ടൊരു കൺസോൾട്ടേഷനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതന്നെ ഒരു മൂവ്മെൻ്റ് ആണ്. ലാസ്റ്റ് മിനിറ്റിലാണ് ഈ മൂവ്മെൻറ്റ്സ് കാണുന്നത്. ഈ വലിയ ക്യാൻഡിൽസ് ഒക്കെ വന്നത് ലാസ്റ്റ് മിനിറ്റിലാണ്. മനസ്സിലായി? ഇതൊരു അരമണിക്കൂർ ടൈമിലത്തെ ഒരു മൂവ്മെൻ്റ് ആണ്. അരമണിക്കൂറിൽ നമുക്ക് മന്തിൽ, അതായത് മന്തിൽ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മൂവ്മെൻ്റൊക്കെ കിട്ടും കേട്ടോ. അത് ഞാൻ ഇന്നലെയും ഉണ്ടായിരുന്നു, അതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ട്രേഡുകൾ കിട്ടും. അത് മന്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഗുണമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സെല്ലിങ് ഓർഡേഴ്സൊക്കെ എക്സിറ്റ് അടിച്ചിട്ട് അടുത്ത മാസത്തേക്ക് അവർ ബാക്കി സ്ലോട്ട് മീൻസ് സ്ട്രൈക്കിലൊക്കെയും സെല്ലിങ്സിന് അവർ ഓർഡറുകൾ കൊടുത്ത് പോകും. അപ്പോൾ നമുക്ക് ബാക്കി കറൻ്റ്ലി പിന്നെ മാർക്കറ്റിൽ ബയ്യേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഈ സഡൻ മൂവ് ഒരു സൈഡിലേക്ക് മാത്രം. മനസ്സിലായാൽ? പക്ഷെ അതിന് നിങ്ങൾക്ക് നല്ല ക്ഷമ വേണം, എന്നാലാണ് കിട്ടുള്ളൂ. അതൊക്കെ ഒരു ട്രേഡറിനെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലത്തെ സെക്ഷൻസിൽ തന്നെ പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് ഒഴിവാവുക. ലാസ്റ്റ് സെക്ഷനിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ലോഡിലൊക്കെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ടോട്ടൽ നിഫ്റ്റിയുടെ വ്യൂ ഇതാണ്. ഒരു റെസിസ്റ്റൻസിൽ സപ്പോർട്ടിലൊക്കെ തന്നെയാണ്. അതെങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. കറക്റ്റായിട്ട് റെസിസ്റ്റൻസ് സപ്പോർട്ട് തന്നെ നിൽക്കണത്. പിന്നെ ആകെ നമുക്കുണ്ടായിരുന്ന ഇത്രയും സ്ട്രൈക്കുകളാണ്. അതിനും മാത്രം ട്രേഡൊന്നും കിട്ടിയിട്ടില്ല. ഈ കോസ്റ്റ് എക്സിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രേഡ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു 1 മണി വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. 1 മണി വരെ ഒന്നും വരണ കാണാനില്ല, നല്ല ട്രേഡുകളൊന്നും കിട്ടണ കാണാനില്ല. കിട്ടിയ ട്രേഡുകളൊക്കെ ഭയങ്കര ഇഴയിലാണ്. പിന്നെ നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. മനസ്സിലായില്ലേ? ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് 24,700 P ആണ്. നമുക്കിത് പെയ്ഡ് ഗ്രൂപ്പിൽ കിട്ടിയ ട്രേഡാണ് കേട്ടോ. ഇത് ഹോൾഡ് ചെയ്തിരുന്നാലാണ് ഈ പ്രോഫിറ്റിക്ക് പോകുള്ളൂ. എല്ലാം അടിച്ചിട്ടില്ലേ, ഹോൾഡ് ചെയ്തിരിക്കുന്നവർക്കാണ് പ്രോഫിറ്റിക്ക് പോകുള്ളൂ. ബേസിക്കലി നിങ്ങളൊരു ട്രേഡ് എടുത്ത് കഴിഞ്ഞ് 10 മിനിറ്റ് കൊണ്ടൊക്കെ പ്രോഫിറ്റ് വരണം എന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. അങ്ങനത്തെ ഒരു ട്രേഡ് അങ്ങനെ നോക്കുമ്പോൾ ഇത് നമ്മൾ കോസ്റ്റ് എക്സിറ്റ് എന്ന് പറയാൻ പറ്റും. അല്ല, നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, ഒരു ലോഡ് എടുക്കണുള്ളൂ. ആകെ 21 രൂപയുടെ കാര്യമുള്ളൂ. 21 രൂപ എന്ന് പറഞ്ഞാൽ 1,500 രൂപയാണ് നിങ്ങൾക്ക് ക്യാപിറ്റൽ വരുന്നത് ഈ ട്രേഡ് ഒറ്റ ലോട്ട് എടുക്കുക. അപ്പോൾ അത് ഹോൾഡ് ചെയ്തിരിക്കുക എന്നുള്ള മെൻറ്റാലിറ്റിയുള്ള ആൾക്കാർക്ക് ഇത് പ്രോഫിറ്റ് വരും. മനസ്സിലായില്ലേ? അല്ലാണ്ട് 10 മിനിറ്റ് നോക്കിയിരുന്ന് ഇറങ്ങുക എന്നുള്ള സെറ്റപ്പുള്ള ആൾക്കാർക്ക് അത് സേഫ് എൻട്രിയാണ്. അങ്ങനെയാണ് എല്ലാവരും ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഇത് കിട്ടില്ല. അത്രേ ഉള്ളൂ കാര്യം. ഓൾ ടോട്ടൽ ഇത് വെയിറ്റ് ചെയ്യുന്നവർക്ക് പ്രോഫിറ്റാണ്. അല്ലാണ്ട് ദസറ്റ് അടിക്കാനൊന്നും വകുപ്പില്ല. പിന്നെ നമുക്കുണ്ടായിരുന്ന 55,400 P-ലാണ്. 55,400 P-യിൽ ഫുൾ ടാർഗറ്റ് വന്ന 2 ട്രേഡ് ഉണ്ട്. ആദ്യത്തെ ട്രേഡ് നമുക്ക് ഇത് രണ്ടും പെയ്ഡ് ഗ്രൂപ്പിലാണ് ആക്ടിവേറ്റ് ആവുന്നത് കേട്ടോ. ബാങ്ക് നിഫ്റ്റിയും സെൻസസൊക്കെയും പെയ്ഡ് ഗ്രൂപ്പിലാണ്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ട് നമുക്കൊരു 150 പോയിന്റ് അവിടെ വന്നിട്ടുണ്ട്. അത് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു പോയിന്റാണ് 150 പോയിന്റ്. രണ്ടാമത്തെ ട്രേഡ് ഭയങ്കരമായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യണം. മനസ്സിലായില്ലേ? 10 മിനിറ്റ് എന്നല്ല, 10 മിനിറ്റിൽ പ്രോഫിറ്റൊക്കെ വരും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹോൾഡിംഗ് ആണ്. ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ 1 ടൈം എടുക്കും. അത് അത്രയും ഹോൾഡ് ചെയ്യാൻ ക്ഷമയില്ലാത്തവർ ഇടയ്ക്ക് ഇറങ്ങിപ്പോവും. ഫുള്ളായിട്ട് ഇരിക്കുന്നവർക്ക് മാത്രമേ 150 പോയിന്റ് കിട്ടുള്ളൂ. അങ്ങനെ 2 ട്രേഡാണ് 55,400 P-ൽ കിട്ടിയത്. പക്ഷേ ഇതാണ് ഇന്നത്തെ 2 ബമ്പർ ട്രേഡ് കിട്ടിയത് കേട്ടോ ബാങ്ക് നിഫ്റ്റിയിൽ. നമ്മൾ രാവിലത്തെ സെക്ഷൻസിൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കുണ്ടായിരുന്ന 24,800 C-ലാണ്. 24,800 C ഒരു കോസ്റ്റ് തന്നെയാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. 24,800 C-യിൽ ഒരു കോസ്റ്റ് ആണ്. നമുക്കൊരു പ്രോഫിറ്റിൽ ഇറങ്ങാം. ഇനിയിപ്പോൾ SL ഇറങ്ങണമെങ്കിൽ SL അടിക്കില്ല. SL കുറേ നേരം കണ്ട് നമുക്ക് കിട്ടുള്ളൂ. ഇവിടേക്കാണ് SL പോവുക. അപ്പോൾ ഒരു കോസ്റ്റിനൊക്കെ കുറേ സാധ്യതയുണ്ട് എൻ്റെ ഉള്ളിൽ. പിന്നെ 55,500 C കൂടി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും കോസ്റ്റ് തന്നെയാണ് കേട്ടോ. 10 മിനിറ്റ് നോക്കുക, എക്സിറ്റ് അടിക്കുക, അത്രേ ഉള്ളൂ കാര്യം. ഓൾ ടോട്ടൽ ഇന്നത്തെ ട്രേഡ്സിനെ കുറിച്ച് ഇത്രയും പറയാനുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത്. നിങ്ങൾ ആരെങ്കിലും ട്രേഡിങ്ങിലൊക്കെ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ ബിഗിനർ എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ വീഡിയോ ഫോർ ബിഗിനേഴ്സ് അത് ഞാൻ തരുന്നതായിരിക്കും. ഫ്രീ ആയിട്ടാണ് കേട്ടോ. അതിനുവേണ്ടി നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ബിഗിനർ എന്ന് ടൈപ്പ് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക. അത്ര ചെയ്യേണ്ട കാര്യമുള്ളൂ. താല്പര്യമുള്ളവരത് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കത് വീഡിയോൻ്റെ നിന്ന് ബൈ ചെയ്തെടുക്കാവുന്നതാണ്. തികച്ചും ഫ്രീ ആണ്. പിന്നെ ട്രേഡിങ് അത്ര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡല്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ടൈം ഉണ്ടാവണം, ചാർട്ടിലിരിക്കാൻ പറ്റണം.
നിങ്ങളുടെ ക്യാപിറ്റലിനെ കുറിച്ച് ഫസ്റ്റ് നിങ്ങൾക്ക് അതിനൊരു ബോധ്യം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ക്യാപിറ്റൽ ഇത്രേ ഉള്ളൂ, എനിക്ക് ഇത്ര ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ദിവസം ഇത്ര റിസ്ക് എടുക്കണം, ഒരു ദിവസം ഇത്രയും പ്രോഫിറ്റ് എടുക്കണം എന്ന് ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത്രയും ഇങ്ങനെ ഉണ്ടായാലാണ് ട്രേഡിങ് സക്സസ് റേറ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരു പ്രോഫിറ്റിലും ഇല്ല ലോസിലും ഇല്ലാത്ത ഒരവസ്ഥയിൽ ബ്രേക്കുകളിലൊക്കെ ഇരിക്കേണ്ടി വരും. മനസ്സിലായാലും അപ്പോൾ നന്നായിട്ട് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കുക. നമ്മളിവിടെ അങ്ങനത്തെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ കോഴ്സിന് ജോയിൻ ചെയ്യാം. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ വെള്ളിയാഴ്ചയാണ്, ലാസ്റ്റ് ഡേ ആണ് ട്രേഡിങ്ങിൻ്റെ. ഈ മന്തിലത്തെ ലാസ്റ്റ് ഡേ ആണ് നാളെ. നാളെ അടിപൊളി പ്രോഫിറ്റുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റട്ടെ. എന്തെങ്കിലും ലോസുകളൊക്കെ ഉണ്ടെങ്കിൽ റിക്കവറി ചെയ്യാൻ പറ്റട്ടെ. ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ നാളെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ ബൈ.